ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ എൻഡ് സ്ക്രീൻ ശരിയായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിന് എങ്ങനെ വ്യൂസ് കൂട്ടാം എന്നാണ്. പലപ്പോഴും നമ്മുടെ പുതിയ വീഡിയോകൾക്ക് പ്രതീക്ഷിച്ചത്ര വ്യൂസ് കിട്ടാറില്ല. അത്തരത്തിൽ ശരിയായ രീതിയിൽ എൻഡ് സ്ക്രീൻ ഉപയോഗിച്ചാൽ പഴയ വീഡിയോയിൽ നിന്ന് പുതിയ വീഡിയോയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാനും പുതിയ വീഡിയോയുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. എന്നാൽ എൻഡ് സ്ക്രീൻ വെറുതെ ചേർത്താൽ മാത്രം മതിയാകത്തില്ല. അതിന് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ മുഴുവൻ പ്രോസസ്സും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻഡ് സ്ക്രീൻ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ പഴയ വീഡിയോയിൽ നിന്നും പുതിയ വീഡിയോസിലേക്ക് സ്ഥിരമായി നിങ്ങൾക്ക് ട്രാഫിക് ലഭിക്കും. ഇനി നമുക്ക് എൻഡ് സ്ക്രീൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ വരും. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇതുപോലെ കാണാൻ സാധിക്കും. അതിൽ താഴത്തെ ഓപ്ഷൻ ആയ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശത്ത് മുകളിലായി കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിന്നും കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിലെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോ ഏതാണെന്ന് കണ്ടെത്തുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ചാനലിൽ 100 വീഡിയോകൾ ഉണ്ടെന്ന് കരുതുക. അതിൽ 2 അല്ലെങ്കിൽ 3 വീഡിയോകൾക്ക് മാത്രമാണ് ദിവസവും നല്ല വ്യൂസ് ലഭിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകളുടെ എൻഡ് സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങളുടെ പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്ക് വ്യൂവേഴ്സിനെ എത്തിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ദിവസവും 1000 പേർ ഒരു പഴയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 1000 പേരിൽ ചിലർ എൻഡ് സ്ക്രീനിൽ കാണുന്ന പുതിയ വീഡിയോയിലേക്കും ക്ലിക്ക് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കും. അതാണ് എൻഡ് സ്ക്രീനിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അപ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന വീഡിയോ ഏതാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. എന്നിട്ട് ആ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എൻഡ് സ്ക്രീൻ എഡിറ്റ് ചെയ്യാൻ എലമെന്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. വീഡിയോ, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ് ബട്ടൺ, ചാനൽ, ലിങ്ക് എന്നിങ്ങനെ പല ഓപ്ഷനും കാണാം. അതിൽ നിങ്ങൾ ആദ്യം വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോസ്റ്റ് റീസെന്റ് അപ്ലോഡ് എന്ന ഓപ്ഷൻ. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇനി മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ പഴയ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കാണിക്കും. അതിനാൽ ഓരോ തവണയും എൻഡ് സ്ക്രീൻ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം അത് സ്വയം എൻഡ് സ്ക്രീനിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളുടെ പഴയ വൈറൽ വീഡിയോകളിൽ നിന്ന് പുതിയ വീഡിയോകൾക്കും തുടർച്ചയായിട്ട് ഇതുപോലെ വ്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. മോസ്റ്റ് റീസെന്റ് അപ്ലോഡ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രത്യേക വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോകളും തുറന്നു വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് 4 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എൻഡ് സ്ക്രീനിൽ ചേർക്കാം. അങ്ങനെ ആ വീഡിയോയിലേക്കും കൂടുതൽ വ്യൂവേഴ്സിനെ എത്തിക്കാൻ കഴിയും. ഇനി എൻഡ് സ്ക്രീൻ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. എനിക്ക് ഏറ്റവും നല്ലതായി തോന്നുന്നത് മോസ്റ്റ് റീസെന്റ് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും സ്വയം എൻഡ് സ്ക്രീനിൽ വരുന്നതായിരിക്കും. അതിനുശേഷം വീഡിയോ സ്ക്രീനിൽ എവിടെ കാണിക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തേക്ക് മാറ്റാം. ഒരു വീഡിയോ മാത്രം കാണിക്കണമെങ്കിൽ അതും ചേർക്കാം. അതുപോലെ 2 വീഡിയോ വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈമിംഗ് ആണ്. എൻഡ് സ്ക്രീൻ എപ്പോൾ തുടങ്ങണം, എത്ര സെക്കൻഡ് കാണിക്കണം എന്നത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഉദാഹരണത്തിന് വീഡിയോ അവസാനിക്കുന്നതിന് ഏകദേശം 15 മുതൽ 20 സെക്കൻഡ് മുമ്പ് എൻഡ് സ്ക്രീൻ തുടങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കും. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ അമർത്തുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ വീഡിയോയിൽ എൻഡ് സ്ക്രീൻ ആഡായി കഴിഞ്ഞു. ഇനി ആ വീഡിയോയുടെ അവസാനം പ്രേക്ഷകർക്ക് നിങ്ങളുടെ പുതിയ വീഡിയോയും കാണാൻ സാധിക്കും. ഇങ്ങനെ ശരിയായ രീതിയിൽ എൻഡ് സ്ക്രീൻ ഉപയോഗിച്ചാൽ പഴയ വീഡിയോയിൽ നിന്ന് പുതിയ വീഡിയോകൾക്ക് തുടർച്ചയായിട്ട് വ്യൂസ് ലഭിക്കും. നിങ്ങളുടെ ചാനലിന്റെ വളർച്ചയും വേഗത്തിലാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.